السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم اغفر لنا ولوالدينا ولجميع المؤمنين والمؤمنات. ഷിർക്കത്ത്, ഷെയർ ബിസിനസ്, പങ്കാളിത്ത കച്ചവടം, അതിൻ്റെ ഷർത്തുകളാണ് ഇനി പറയാനുള്ളത്. ഒന്ന്, വിൽക്കാനും വാങ്ങാനുമുള്ള സമ്മതം രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. നമ്മളപ്പോൾ പറഞ്ഞ എന്തായിരുന്നു? 4 ഖിസ്മുകളിൽ നിന്ന് ഒന്ന് മാത്രമാണ് സ്വഹീഹ്. രണ്ടുപേരും പണം ഇറക്കി രണ്ടുപേരും കച്ചവടം ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഷിർക്കത്തുൽ അനാൻ എന്നാണ് അറബിയിൽ പറയാം. ഷിർക്കത്തുൽ അനാൻ എന്നാണ് പറയാം. വലിയ കിതാബുകളിലേക്ക് അതിന് പേരിട്ട് കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതിൻ്റെ ഒക്കെ മേലെ ഒരുപാട് കിതാബുകളുണ്ട്. അപ്പോൾ ശുരിത്ത ഫിഹ, ഷിർക്കത്തിൽ ഷർത്താണ് ലഫ്ദുൻ യദുല്ലു അലൽ ഇതിനി, സമ്മതമുണ്ട് എന്നറിയിക്കുന്ന ഒരു പദം ഉണ്ടാവണം. എന്തിൽ സമ്മതം? ഫി തസറുഫി ബിൽ ബൈഇ വശ്ശിറായി, വാങ്ങൽ കൊണ്ടും കൊടുക്കൽ കൊണ്ടുമുള്ള കൈകാര്യത്തിൽ സമ്മതമുണ്ട് എന്നറിയിക്കുന്ന ഒരു ലഫ്ദ് ഷർത്താണ്. നമ്മൾ പങ്കാളികളാണ് കേട്ടോ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവില്ല. ഫലവ് ഖുത്തുസിറ, അപ്പോൾ ചുരുങ്ങി, അല ഇസ്തറക്കന എന്ന വാക്കിൽ മാത്രം ചുരുങ്ങിയാൽ, ഇസ്തറക്കന നമ്മൾ ഷെയർ ചെയ്യുന്നവരാണ് എന്ന വാക്കിൽ മാത്രം ഒതുങ്ങിയാൽ ലം യക്ഫി, കഫാ യക്ഫി, മതിയാകില്ല. അനിൽ ഇതിന് ഫീഹി, സമ്മതത്തിന് പകരം മതിയാകില്ല. അപ്പോൾ രണ്ടുപേരും കച്ചവടം ചെയ്യാണ്, വാങ്ങുകയാണ്, കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ ഉപകാരപ്രദമായ രീതിയിലുള്ള ഇടപാടുകളെ നടത്താൻ പാടുള്ളൂ. രണ്ടു കൂട്ടർക്കും ഗുണകരമായ മസ്ലഹത്തുണ്ടാകുന്ന പ്രവർത്തനങ്ങളെ ചെയ്യാൻ പാടുള്ളൂ. വയതസല്ലത്തു കുല്ലും മിൻഹുമ, രണ്ടിൽ നിന്ന് ഓരോരുത്തരും അധികാരമുള്ളവരാകും. അല തസറുഫി, കൈകാര്യം ചെയ്യാൻ, ബിലാ ദറരിൻ അസ്ലൻ, ഒരു നിലക്കും ബുദ്ധിമുട്ടിക്കാത്ത വിധത്തിൽ. അതെങ്ങനെ? ബിഅൻ യകൂന ഫീഹി മസ്ലഹ, അതിൽ ഗുണമുണ്ടാവുക എന്ന രീതിയിൽ. യതസല്ലത്തു കുല്ലും മിൻഹു ആഹിദും മിൻഹുമ, ഓരോരുത്തർക്കും അധികാരമുണ്ടാകും. തസല്ലത്ത അല തസറുഫി ബിലാ ദറരിൻ അസ്ലൻ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത വിധത്തിലുള്ള കൈകാര്യത്തിന് ഓരോരുത്തർക്കും അധികാരം ഉണ്ടാകും. അതെങ്ങനെ? ബിഅൻ യകൂന ഫീഹി മസ്ലഹത്തുൻ, അതിലൊരു നന്മ ഉണ്ടാവൽ കൊണ്ട്. അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഓരോരുത്തരും കച്ചവടം ചെയ്യുമ്പോൾ മസ്ലഹത്ത് ഉണ്ടാകണമെന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും ആ മസ്ലഹത്ത്? ഒരു സാധനം വിൽക്കുമ്പോൾ അതിൻ്റെ ഒറിജിനൽ വില 20 രൂപയാണ്. പക്ഷേ 25 വാങ്ങാൻ ആളുണ്ടെങ്കിൽ അത് 25 വിൽക്കാം, 20 വിൽക്കാൻ പാടില്ല. കാരണം അത് ബുദ്ധിമുട്ടാണ്, അതിൽ മസ്ലഹത്തില്ല. അതുപോലെ വളരെ അത്യന്താപേക്ഷിതമായ സമയത്ത് മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരാളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കാൻ പാടില്ല. അബ്ലാ എന്ന് പറയും. അവർ രണ്ടുപേരും തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ മൂന്നാമത്തെ കക്ഷിയെ വാങ്ങാനും വിൽക്കാനും ഏൽപ്പിക്കാൻ പാടുള്ളൂ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നോക്കൂ, ഫലാ യബീഉ ബിസമനി മിസ്ലിൻ, മാർക്കറ്റ് വിലയ്ക്ക് വിൽക്കാൻ പാടില്ല. സമന മിസ്ലി പറഞ്ഞാൽ തുല്യമായ സാധനത്തിൻ്റെ വില, അതിന് വിൽക്കാൻ പാടില്ല. ഏത് അവസ്ഥയിൽ? വസമ്മ റാഗിബുൻ ബി അസിയത, കൂടുതൽ വിലക്ക് ആഗ്രഹമുണ്ടായിരിക്കെ. വസമ്മ അവിടെ ഉണ്ടാകുമ്പോൾ വാവ് ഹാലിയാണ്. റാഗിബുൻ, ആഗ്രഹമുള്ളവർ. ബി അസിയത, അഫ്അല വസനാണ്.
വയർ മുൻസരിഫാണ്, അതുകൊണ്ട് ബി അസിയദിൻ എന്ന് വായിക്കാതെ അസിയദ ഫത്തഹ് കൊണ്ട് ജർ ചെയ്തതാണ്. കൂടുതൽ ഒന്ന് അഫ്അല ഫീല് വസ്ന് ഫീല് എന്നതും പിന്നെ വസ്ഫ് എന്ന രണ്ട് ഇല്ലത്ത് അവിടെ ഉണ്ട്. അപ്പോൾ കൂടുതൽ വിലക്ക് ആഗ്രഹമുണ്ടായിരിക്കെ സാധാരണ വിലക്ക് വിൽക്കാൻ പാടില്ല ഒന്ന്. മറ്റൊന്ന് വലാ യുസാഫിറു ബിഹി, അതുകൊണ്ട് യാത്ര ചെയ്യാൻ പാടില്ല. ഹൈസു ലം യൽതറ ഇലൈഹി, നിർബന്ധിതനാകാത്ത സന്ദർഭത്തിൽ ഇൽതറ എന്ന് പറഞ്ഞാൽ നിർബന്ധിതനായി. എന്താ നിർബന്ധം? ലിനാഹ്വി ഖഹ്തിൻ വഖൗഫിൻ, ഒരിക്കലും നല്ല ക്ഷാമമുണ്ട്, വെള്ളമില്ലാത്തൊരവസ്ഥ, ക്ഷാമം. വഖൗഫിൻ, ഭയമുണ്ട്, കട്ടുണ്ടോവോ, നശിപ്പിക്കുവോ, തട്ടിയെടുക്കുവോ, ഇങ്ങനെ ശത്രുവിനെ കുറിച്ചുള്ള ഭയം, അല്ലെങ്കിൽ വലിയ ക്ഷാമമുണ്ട്. അപ്പം ചിലപ്പോൾ പോകേണ്ടി വരും, യാത്ര ചെയ്യേണ്ടി വരും. അവിടെ നിൽക്കാൻ കഴിയില്ലല്ലോ, വെള്ളമല്ല, സൗകര്യങ്ങളൊന്നും ഇല്ലാതെ പിന്നെ എങ്ങനെയാണ് ഇവിടെ നിൽക്കുക? അപ്പോൾ ഇവർ നടത്തുന്ന സ്ഥലത്ത് നിന്ന് യാത്ര പോകണമെങ്കിൽ സമ്മതം വേണം. 3 വലാ യുബ്ലിഉഹു ബിഗൈരി ഇദ്നി, മറ്റൊരാളുടെ സമ്മതമില്ലാതെ, ഈ പറഞ്ഞ 3 സ്ഥലത്തേക്കുമാണ്. വലാ യുബ്ലിഉഹു, മറ്റൊരാളെ വിൽപ്പനയ്ക്ക് വെക്കാനും പാടില്ല, മറ്റൊരാളെ വിൽക്കാൻ വേണ്ടി ഏൽപ്പിക്കാനും പാടില്ല. മറ്റൊരാൾ കച്ചവടം ചെയ്യുന്ന ചരക്കാക്കാനും പാടില്ല. അത് ബിദാഅത്ത് പറഞ്ഞ ചരക്ക് എന്നാണ്. അതായത് ഇത് കച്ചവടം ചെയ്യാൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കുക, എന്നിട്ട് അയാൾ കച്ചവടം ചെയ്യുക, ആ വിധത്തിലാക്കാനും പാടില്ല. ഈ 3 കാര്യം ചെയ്യാൻ പാടില്ല ബിഗൈരി ഇദ്നിഹി, മറ്റേയാളുടെ സമ്മതമില്ലാതെ. അപ്പോൾ യാത്ര ചെയ്താലോ ഇവൻ ഉത്തരവാദിയാകും. ഫഇൻ സാഫറ ബിഹി ളമിന, യാത്ര ചെയ്താൽ ഉത്തരവാദിയാകും. അപ്പോൾ കച്ചവടം ചെയ്തതോ സഹത്ത്, ഇടപാട് സഹിയാണ്, ഉത്തരവാദിയാകും. ഔ അബ്ലഅഹു, അല്ലെങ്കിൽ അതിനെ ബിദാഅത്താക്കിയാൽ, നമ്മൾ പറഞ്ഞല്ലോ എന്താ ബിദാഅത്താക്കുക എന്ന് പറഞ്ഞാൽ, ബിദഫ്ഇഹി, ആ സമ്പത്ത് നൽകി, ലിമൻ, ഒരു വ്യക്തിക്ക്, യഅമലു, അയാൾ ജോലി ചെയ്യും, ലഹുമാ, ഇവർക്ക് 2 പേർക്കും വേണ്ടി, ഫീഹി, ആ സമ്പത്തിൽ. അപ്പോൾ മറ്റൊരാൾ ഈ പൈസ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഈ പൈസ മറ്റൊരാളുടെ കയ്യിലേൽപ്പിച്ചാൽ, ഇലായിദിന് സമ്മതം, വലവ് തബറുവാൻ, അയാൾ ഫ്രീ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും സമ്മതമില്ലെങ്കിൽ ലമിന, അവിടെയും ഉത്തരവാദിയാകും. അയാൾ പൈസ ഒന്നും കൊടുക്കുന്നൊന്നുമില്ല, അയാൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തബറു എന്നാണ് ഫ്രീ. അവബലഅഹു, അല്ലെങ്കിൽ അത് മറ്റൊരാളുടെ കയ്യിൽ കച്ചവടത്തിനുള്ള ചരക്കായി ഏൽപ്പിച്ചു. അതെങ്ങനെയാണ് അതിൻ്റെ വിശദീകരണം? ബിദഫ്ഇഹി ലിമൻ യഅമലു ലഹുമാ ഫീഹി, അവർക്ക് 2 പേർക്കും വേണ്ടി ജോലി ചെയ്യുന്ന ഒരാൾക്ക് ആ സമ്പത്ത് നൽകൽ കൊണ്ട്, വലോ തബറുവാൻ, അത് ഫ്രീ ആയിട്ടാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ പോലും, ഇതിന് സമ്മതമില്ലാതെ അങ്ങനെ ചെയ്താൽ ലമിനായിലൻ, അപ്പോഴും ഉത്തരവാദിയാകും. മനസ്സിലായല്ലോ? ഇനി ലാഭവും നഷ്ടമൊക്കെ എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? എത്രയാണോ ഓരോരുത്തരും പൈസ ഇറക്കുന്നത് അതിൻ്റെ ആനുപാതികമായിട്ടാണ്. അതിനെതിരെ ഒരു ഷർത്ത് വെച്ചാൽ ഷിർക്കത്ത് എന്ന അഖദ് ഫാസിദാകുന്നതും, ഓരോരുത്തർക്കും എടുത്ത പണിൻ്റെ കൂലി ലഭിക്കുന്നതുമാണ്. നടത്തിയ ഇടപാടൊക്കെ സ്വഹിയാണ്, 2 കൂട്ടരും നടത്തിയ ഇടപാടുകളൊക്കെ സ്വഹിയാണ്. പക്ഷെ ഓരോരുത്തർക്കും എടുത്ത പണിൻ്റെ കൂലിയാണ് കിട്ടുക, അല്ലാതെ ലാഭത്തിൻ്റെ വിഹിതമല്ല കിട്ടുക. നോക്കൂ, വറിബഹു, ലാഭവും, വൽ ഖുസ്റാനു, നഷ്ടവും, ബിഖദിരിൽ മാലൈൻ, 2 പേരും ഇറക്കിയ സമ്പത്തിൻ്റെ അളവനുസരിച്ചാണ്. ഫഇൻ ശറത്ത ഖിലാഫഹു ഫസദൽ അഖദ്, ഇതിനെതിരെ 2 പേർ ഷർത്ത് വെച്ചാൽ ഇടപാട് അസാധുവാണ്. അപ്പോൾ ലിക്കുല്ലിൻ, ഓരോരുത്തർക്കും ലഭിക്കും, അനിൽ ആഖിരി, മറ്റേയാളിൽ നിന്ന്, ഉജ്റത്തു അമലിഹി, ഓരോരുത്തരും ജോലി ചെയ്തതിൻ്റെ പ്രതിഫലം മറ്റേയാൾ ഇയാൾക്ക് നൽകേണ്ടതാണ്. ഫലിക്കുല്ലിൻ അനിൽ ആഖിരി ഉജ്റത്തു മിസ്ലിഹി, അപ്പോൾ ഓരോരുത്തരും മറ്റൊരാൾക്ക് ഓരോരുത്തരും ചെയ്ത പണിക്കുള്ള കൂലി നൽകേണ്ടതാണ്. അപ്പം ഇവന് വേണ്ടി അവന് വേണ്ടി ഇയാൾ എത്ര പണിയെടുത്തിട്ടുണ്ടോ അതിന് കൂലി അവന് കൊടുക്കണം, ഇവന് വേണ്ടി അയാൾ എത്ര പണിയെടുത്തിട്ടുണ്ടോ അതിന് ഇവനും കൊടുക്കണം. അപ്പോൾ പണിക്ക് വ്യത്യാസം ഉണ്ടാവും. അതോടുകൂടെ തന്നെ വനഫദ തസറുഫു മിൻഹുമാ, അവ 2 പേരും ചെയ്ത സാമ്പത്തിക കൈകാര്യങ്ങൾ ശരിയാകുന്നതുമാണ്. മഅദാലിക, അതോടുകൂടെ തന്നെ
തസറുഫ് നിലനിൽക്കുന്നതുമാണ്. നഫദ തസറുഫു മിൻഹുമാ. കാരണം എന്താ? ഇതിന് സമ്മതം ഉണ്ടല്ലോ, ഷർത്ത് വെച്ചു കൊടുത്തല്ലേ പ്രശ്നം. ഇനി അടുത്ത ചോദ്യം, ഈ ഷിർക്കത്ത് എപ്പോഴാണ് അസാധുവായി തീരുക? ഒരാളെ മറ്റേയാൾക്ക് ഒഴിവാക്കാൻ പറ്റുമോ? പറ്റില്ല. വതൻഫസിഖു ബിമൗതി അഹദിഹിമാ വജുനൂനിഹി. രണ്ടിലൊരാൾ മരിക്കൽ കൊണ്ടോ ഭ്രാന്ത് സംഭവിക്കൽ കൊണ്ടോ ഷിർക്കത്ത് ക്യാൻസലാകുന്നതാണ്. ഒരാൾ മരിച്ചാൽ പിന്നെ ക്യാൻസലായി. പിന്നെ ആ സ്ഥാനത്തേക്ക് ആര് വരൂല? മക്കളോ മറ്റോ വരൂല. ഒരാൾ മരിച്ചാൽ ഫസ്ഖാകും. വജുനൂനിഹി, ഭ്രാന്ത് കൊണ്ടും ഫസ്ഖായി തീരുന്നതാണ്. ഇനി അടുത്തത്, നേരത്തെ പറഞ്ഞതുപോലെ തർക്കം ഉണ്ടാവുമല്ലോ, അവിടേക്ക് എന്താണ് പരിഹാരം? ആരെ വാദമാണ് അംഗീകരിക്കുക? വയുസദ്ദഖു ഫീ ദഅവ റദ്ദി ഇലാ ശരീകിഹി വഫിൽ ഖുസ്റാനി മുത്തൽഫി. ഓരോരുത്തരെയും വാസ്തവമാക്കപ്പെടേണ്ടതാണ്. ഫീ ദഅവ റദ്ദി ഇലാ ശരീകിഹി, തൻ്റെ പാർട്ട്ണർക്ക് തിരിച്ചു നൽകിയിട്ടുണ്ട് എന്ന വാദം. ഞാനത് നൽകിയിട്ടുണ്ട്, എൻ്റെ വിഹിതം ഞാൻ നിനക്ക് നൽകിയിട്ടുണ്ട് എന്ന വാദത്തിൽ ഇയാൾ പറഞ്ഞ് ഇയാളെ വാസ്തവമാക്കണം, അയാൾ പറഞ്ഞ അയാളെ വാസ്തവമാക്കണം. കാരണം രണ്ടു കൂട്ടരും വിശ്വസ്തരാണല്ലോ. രണ്ടാമത്തെ കാര്യം, നഷ്ടവും നാശവും ഉണ്ടായിട്ടുണ്ട് എന്ന വാദത്തിലും. കാരണം ഓരോരുത്തരും സ്വതന്ത്രമായിട്ട് കച്ചവടം ചെയ്യാനുള്ള രണ്ടാളെയും പൈസ കൊണ്ട്, അപ്പോൾ ചിലപ്പോൾ നഷ്ടം വരും. അപ്പോൾ അതിലും ആരാണോ അങ്ങനെ വാദിക്കുന്നത് അവരെയാണ് അംഗീകരിക്കേണ്ടത്. അഫിൽ ഖുസ്റാനി, നഷ്ടമുണ്ടായി എന്ന വിഷയത്തിലും, മുത്തൽഫി, നാശമുണ്ടായി എന്ന വിഷയത്തിലും. മറ്റൊന്ന്, ഒരാൾ ഇങ്ങനെ കച്ചവടം ചെയ്യുമ്പോൾ അയാൾ സ്വന്തത്തിന് വേണ്ടി വാങ്ങുന്നുണ്ടാകും, ഈ ശിർക്കത്തിലേക്ക് വാങ്ങുന്നുണ്ടാകും. അപ്പം അതൊക്കെ ഓരോരുത്തരും പറയുന്നത് നമ്മൾ അംഗീകരിക്കാനേ മാർഗമുള്ളൂ. വഫീ ഖൗലിഹി ഇസ്തറൈതുഹു ലി, ഞാൻ അവൻ്റെ വാക്കിലും ഞാനിത് എനിക്ക് വേണ്ടി വാങ്ങിയതാണ് എന്ന വാദത്തിൽ, അല്ലെങ്കിൽ ഔലി ഷിർക്കത്തി, അല്ലെങ്കിൽ ഷിർക്കത്തിന് വേണ്ടി വാങ്ങിയതാണ് എന്ന വാദത്തിലെല്ലാം ഓരോരുത്തരുടെയും വാസ്തവമാക്കപ്പെടും. അവരൊക്കെ കോടതിയിൽ കേസ് വന്നാൽ അവർ വല്ലാഹി എന്ന് സത്യം ചെയ്തിട്ട് അവർക്ക് അവരുടെ വാദം അംഗീകരിക്കപ്പെടും. അതുപോലെ തന്നെ വേറൊരു വാദം, എന്ത്? ഒരാൾ പറഞ്ഞു നമ്മളതൊക്കെ ഓഹരി ചെയ്തിട്ടുണ്ട്, ഓഹരി എടുത്ത് വെച്ചിട്ട് ഓഹരി ചെയ്ത് പങ്കിട്ടെടുത്തിട്ടുണ്ട്, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇനി എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലുള്ളത് നമ്മൾ ഇനി നിങ്ങൾക്ക് തരാനൊന്നുമില്ല, ഒക്കെ പങ്ക് ചെയ്തിട്ടുണ്ട്, ഓഹരി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അപ്പോൾ മറ്റേയാൾ പറഞ്ഞു അല്ലല്ല എൻ്റെ കയ്യിലുള്ളത് രണ്ടാളും കൂടേതാണ് എന്ന് പറഞ്ഞാൽ, അവിടെ അല്ല എന്ന് പറയുന്ന, അത് കൂട്ടുസ്വത്താണ് എന്ന് പറയുന്ന ആളെ വാദമാണ് അംഗീകരിക്കുക. നോക്കൂ, ലാ ഫി ഖൗലിഹി, ഒരാളുടെ വാക്കിലല്ല. എന്ത് പറഞ്ഞു? ഒരാളുടെ വാക്കിൽ അയാളുടെ വാദം സ്വീകരിക്കപ്പെടുന്നതല്ല. അയാളുടെ വാക്കെന്താണ്? യഖ്തസംന, നമ്മൾ കിട്ടിയതൊക്കെ ഓഹരി ചെയ്തിട്ടുണ്ട്, ഓഹരി ചെയ്തെടുത്തിട്ടുണ്ട്. യഖ്തസമ എന്നാണ് ഖിസ്മത്ത്. വസാറ മാ ബി യദി, ഇനി എൻ്റെ കയ്യിലുള്ളത് ലി, എനിക്കായി തീർന്നിട്ടുണ്ട് എന്ന വാദത്തിൽ സ്വീകരിക്കപ്പെടുന്നതല്ല. എപ്പോൾ? മാ ഖൗലിൽ ആഖരി, മറ്റേയാൾ പറയുമ്പോൾ, ലാ, അല്ല, എൻ്റെ കയ്യിലുള്ളത് എൻ്റെത് മാത്രമല്ല, ബൽ ഹുവ മുഷ്തറക്കുൻ, അത് കൂട്ടുസ്വത്താണ് എന്ന വാദത്തിലല്ല. അവിടെ ഫൽ മുസദ്ദഖു, വാസ്തവമാക്കപ്പെടുക ആ വാദിച്ചവനെയല്ല, മറിച്ച് ഫൽ മുസദ്ദഖു, വാസ്തവമാക്കപ്പെടുക അൽ മുൻകിറു, നിഷേധിച്ചവനാണ്. അവൻ നിഷേധിച്ചവൻ എന്താ പറയുന്നത്? അല്ല, ഓഹരി ചെയ്തിട്ടില്ല, ഇപ്പം എൻ്റെ കയ്യിലുള്ള ആ സാധനം രണ്ടുപേരുടേതുമാണ് എന്ന് പറയുന്ന അയാളെ വാദമാണ് സ്വീകരിക്കപ്പെടുക. ലിഅന്നൽ അസ്ല മിനൽ ഖിസ്മത്തി, അസ്ല് ഓഹരി ചെയ്യാതിരിക്കലാണ്. ഓഹരി ചെയ്യലും ചെയ്യാതിരിക്കലുമായിട്ട് അസ്ൽ ഏതാണ്? ഓഹരി ചെയ്യാതിരിക്കലാണ്. സ്വാഭാവികമായിട്ടുണ്ടാകും. നമ്മൾ അന്ന് 1,00,000ത്തിൻ്റെ കണക്ക് തീർത്തിട്ടുണ്ട്, അപ്പോൾ മറ്റേ തീർത്തിട്ടില്ല, ആ 1,00,000 എൻ്റെതും നിൻ്റെതുമാണ് എന്ന് വാദിക്കുന്നത് സ്വാഭാവികമായിരിക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഈ നിഷേധിക്കുന്നവൻ്റെ വാദമാണ് സ്വീകരിക്കുക.
ഇനി 2 കൂട്ടുകച്ചവടക്കാരിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടു. കച്ചവടമാകുമ്പോൾ ഓരോരുത്തർക്കും കുറേ പൈസ ഒക്കെ കിട്ടാനുണ്ടാവുമല്ലോ. അപ്പോൾ ഈ അനന്തരാവകാശി എന്ത് ചെയ്തു? തൻ്റെ വാപ്പയായിരുന്നു ഉണ്ടായിരുന്നു. വാപ്പ മരിക്കലോടുകൂടി ശിർക്കത്ത് എന്ത് ചെയ്തു? ഫസ്ഖായില്ലേ? ഈ അനന്തരാവകാശി ഈ വാപ്പാക്ക് കിട്ടാനുള്ള കടം വാങ്ങി. എന്നാൽ മറ്റേ ആൾക്ക് എന്താവും? ഈ വാങ്ങിയതിൽ പങ്കാളിത്തം ഉണ്ടാകും. വലൗ ഖബല വാരിസുൻ, ഒരു അനന്തരാവകാശി വാങ്ങിയാൽ ഹിസ്സത്തഹു, അയാളുടെ വിഹിതം, മിൻ ദൈനി മുവരിസി, അയാളെ അനന്തരം എടുപ്പിച്ചയാളുടെ കടത്തിൽ നിന്നുള്ള അയാളുടെ വിഹിതം വാങ്ങിയാൽ, ശറക്കഹു, അയാളോട് പങ്കാളിയാകുന്നതാണ്, അല്ലാഖറു, മറ്റേയാളും എന്ത് ചെയ്യും? പങ്കാളിയാകുന്നതാണ്. വലൗ ബാഅ ശരീകാനി അബ്ദുഹുമാ സഫഖതൻ വഖബല അഹദുഹുമാ ഹിസ്സതഹു ലം യുശാരികുഹു അൽ-ആഖർ. മറ്റൊരു മസല, എനിക്കും നിങ്ങൾക്കും കൂടെ ഒരു അടിമ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പോത്തുണ്ടായിരുന്നു. അതിനെ ഒറ്റ ഇടപാടിൽ വിറ്റാൽ, അപ്പോൾ ആ പോത്തിൻ്റെ പകുതി പൈസ എനിക്കാണ്, പകുതി നിങ്ങൾക്കാണ്. അപ്പോൾ എൻ്റെ പകുതി 10,000 രൂപ ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് പങ്കാളിത്തം ഉണ്ടാവില്ല. നിങ്ങൾക്കുള്ള 10,000 നിങ്ങൾ വിറ്റ ആളിൽ നിന്ന്, നമ്മൾ വിറ്റ ആളിൽ നിന്ന് നിങ്ങൾ വാങ്ങണം. വലൗ ബാഅ ശരീക്കാനി, 2 പങ്കാളികൾ, ശരീക്കാനി പാർട്ട്ണർമാർ, പാർട്ട്ണർ എന്നാണ് ശരീക്കാനിയാണ്. അബ്ദുഹുമ, പാർട്ട്ണർഷിപ്പ് എന്ന് പറയില്ല, അതിനടുപ്പ് ശിർക്കത്തിട്ടാ. 2 പാർട്ട്ണർമാർ വിറ്റു, അബ്ദുഹുമ, 2 പേരുടെയും അടിമയെ സഫഖത്തൻ, ഒരു ഇടപാടിലായിട്ട്. അങ്ങനെ വഖബല അഹദുഹുമ, 2ൽ നിന്ന് ഒരാൾ വാങ്ങി ഹിസ്സതഹു, അയാളുടെ വിഹിതം. ഹിസ്സ എന്ന് പറഞ്ഞാൽ വിഹിതം എന്നാണ്. എന്നാൽ ലം യുശാരികുഹുൽ ആഖർ, അതിൽ മറ്റേയാൾ പങ്കാളിയാവുകയില്ല. മറ്റൊരു മസല, ഈ പാർട്ണർഷിപ്പിൽ വരുന്നൊരു വിഷയമാണ്, അതിലൊക്കെ വരാം. അതായത് ഒരാൾ മറ്റൊരാളുടെ വീട്ടിൽ നിന്ന് കുറച്ച് പൈസ കട്ടെടുത്തു. അങ്ങനെ ആ പൈസ എൻ്റെ പൈസയിലേക്ക് കൂട്ടിച്ചേർത്തു. ഒരു 10,000 രൂപ കട്ടെടുത്തു. എൻ്റെ അടുത്ത് 10,000 ലക്ഷമൊക്കെ ഉണ്ട്. അതല്ലെങ്കിൽ ഒരു ചാക്ക് അരി ഞാൻ കട്ടെടുത്തു, അവിഹിതമായിട്ട് കൊണ്ടുവന്നു, എൻ്റെ വീട്ടിലെ അരിയുമായിട്ട് കൂട്ടിക്കലർത്തി. അപ്പോൾ 2 ചാക്ക് അരിയായി. ഇത് ഏതാണ് കട്ടെടുത്തു കൊണ്ടുവന്ന അരി എന്ന് തിരിച്ചറിയാത്ത സാഹചര്യം വന്നാൽ ഈ 2 ചാക്ക് അരി ഉപയോഗിക്കാൻ പറ്റൂലേ? അല്ല, അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഇഫ്രാസ് എന്നതാണ് മാർഗം. എന്നുവെച്ചാൽ നമ്മൾ കട്ടെടുത്ത് കൊണ്ടുവന്ന 1 കിൻഡലല്ലേ, ആ 1 കിൻഡലങ്ങ് മാറ്റി വെക്കുക. അതേതാണെന്ന് നമുക്ക് തിരിയില്ല. 2 കിൻഡൽ അരി നമ്മളെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ നമ്മളെ കയ്യിലുണ്ട്. 1 ലക്ഷം അയാളതും 1 ലക്ഷം എൻ്റെതുമാണ്. അവിടെ 1 ലക്ഷം അങ്ങ് മാറ്റി വെച്ചാൽ ബാക്കിയുള്ള 1 ലക്ഷം എന്ത് ചെയ്യാൻ പറ്റും? കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് ഫത്വ നൽകിയിട്ടുണ്ട്. അഫ്തബിന് സ്വലാഹി നവി കബിന് സ്വലാഹി ഫീമൻ, ഒരുത്തൻ്റെ വിഷയത്തിൽ അസ്ബനഹവൻ അഖ്ദീൻ, നാണയം പോലെയുള്ള വസ്തു ഒരാൾ അപഹരിച്ചു, ഔ ബുർറിൻ, അല്ലെങ്കിൽ യവം, ഗോതമ്പ്, എന്നിട്ട് വഖനതഹു ബിമാലിഹി, അത് ഇയാളുടെ സമ്പത്തുമായി കൂട്ടിക്കലർത്തി. ഒരേ വിലയുള്ള സാധനമാണ്, ഇയാളുടെ സമ്പത്തുമായി ഖലത്ത, കൂട്ടിക്കലർത്തുകയും ചെയ്താൽ, വലം യതമയ്യസ്, അങ്ങനെ വേർതിരിയുകയും ചെയ്തിട്ടില്ലെങ്കിൽ, വേർതിരിയാന്ന് പറഞ്ഞാൽ ഇപ്പം അരിയൊക്കെ ആകുമ്പോൾ വേർതിരിയില്ലല്ലോ, അപ്പോൾ നോട്ടൊക്കെ ആകുമ്പോൾ ഒരേപോലെയുള്ള നോട്ടാണല്ലോ, വേർതിരിക്കാൻ പറ്റുകയാണെങ്കിൽ വേർതിരിക്കണം. വലം യതമയ്യസ്, വേർതിരിയുകയും ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഫത്വ നൽകിയിരിക്കുന്നു. അഫ്ത എന്നോടത്തേക്കാണ് ഇനി പറയാൻ പോകുന്നത്. നത്ഫ്, എന്ത് ഫത്വ നൽകി? ബി, അതിന് മുത്താലക്ക് അഫ്തനോടാണ്. ബി അന്നലഹു, അവനുണ്ട് ഇഫ്റാസ ഖദിരിൽ മൗസൂബി, അപഹരിക്കപ്പെട്ട അളവ് മാറ്റിവെക്കുക എന്നിട്ട് ഇഫ്രാസ് തന്നെ മാറ്റി വെക്കുക. വയഹില്ലു ലഹു, അവൻ അനുവദനീയമാണ് എന്നും, അത്തസറുഫ് ഫിൽ ബാഖി, ബാക്കിയുള്ളതിന് കൈകാര്യം ചെയ്യൽ അനുവദനീയമാണ് എന്നും ഫത്വ നൽകിയിരിക്കുന്നു. ശരി, മനസ്സിലായല്ലോ. അപ്പോൾ ഒരു വട്ടം കൂടെ അർത്ഥം വെച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വശുരിത ഫീഹ, ശിർക്കത്തിൽ ഷർത്താണ് ലഫ്ദുൻ യദുല്ലു അലൽ ഇദ്നി ബി തസറുഫി ബിൽ ബൈഇ വശിറായി, വാങ്ങാനും വിൽക്കാനുമുള്ള കൈകാര്യത്തിൽ ഓരോരുത്തരും സമ്മതം നൽകിയിട്ടുണ്ട് എന്ന് അറിയിക്കുന്ന പദം. ഫലവ് ഖുതുസിറ അലസ്തറക്ന ലം യക്ഫി അനിൽ ഇദ്നി ഫീഹി,
നമ്മൾ പാർട്ട്ണർമാരാണ് എന്ന് മാത്രം പറഞ്ഞാൽ അതിനുള്ള സമ്മതത്തിന് പകരം അത് മതിയാവുന്നതല്ല. പാർട്ട്ണർമാരാവുകയുള്ളൂ, കൈകാര്യം ചെയ്യണമെങ്കിൽ പിന്നെയും പറയേണ്ടി വരും. വയതസല്ലത്തു കുല്ലു വാഹിദി മിൻഹുമാ അല തസറുഫി, ഓരോരുത്തരും കൈകാര്യം ചെയ്യുന്നതിൽ അധികാരമുണ്ട്, സ്വന്തമായി സ്വാതന്ത്ര്യമുണ്ട്. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടിക്കാതെ അസ്ലം തീരെ ബുദ്ധിമുട്ടിക്കരുത്. എങ്ങനെ യകൂന ഫീ മസ്ലഹത്തിന്, അതിലൊരു നന്മയുണ്ടാവുക എന്ന നിലക്ക്. ഫലാ യബിഉ ബിസമനി മിസ്ലിൻ വസമ്മ റാഗിബൻ ബിഅസിയദ, കൂടുതൽ വിലക്ക് വാങ്ങാൻ ആളുണ്ടാകുമ്പോൾ ഇതിൻ്റെ സാധാരണ വിലക്ക് വിൽക്കാൻ പറ്റുകയില്ല. വലാ യുസാഫിറു ബിഹി ഹൈസു ലം യദ്തറ ഇലൈഹി ലിനഹബി ഖഹത്തിൻ വഖൗഫിൻ, യാത്ര പോകാനും പാടില്ല. ക്ഷാമം, മഴയില്ലാത്ത ക്ഷാമം, ഭയം പോലെയുള്ള കാരണത്തിന് വേണ്ടി ബുദ്ധിമുട്ടാകാത്ത സന്ദർഭത്തിൽ വലാ യുബ്ദിഉഹു, അവ രണ്ടുപേരും നേരിട്ടല്ലാതെ മറ്റൊരാളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ചരക്കായി ഏൽപ്പിക്കാനും പാടില്ല, അതൊന്നും സമ്മതല്ലാതെ. ഫൈൻ സാഫറ ബിഹി ലമിന, അങ്ങനെ യാത്ര ചെയ്താൽ ഉത്തരവാദിയാകും, അവൻ്റെ കൈകാര്യം സ്വഹീഹുമാണ്. ഔ അബ്ദഅഹു, അല്ലെങ്കിൽ അത് ബിദാഅത്തായി നൽകി, അതായത് ബിദഫ്ഇഹി ലിമൻ യഅമലു ലഹുമാ ഫീഹി, അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാൾക്ക് ആ പൈസ നൽകിക്കൊണ്ട് ബിദാഅത്ത് ചെയ്താൽ, അയാൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിലും സമ്മതമല്ലെങ്കിൽ അപ്പോഴും നശിക്കുകയോ മറ്റോ ചെയ്താൽ ഉത്തരവാദിയാകും. വറിബ്ഹു വൽ ഖുസ്റാനു ബിഖദ്രിൽ മാലൈൻ, ഈ പാർട്ട്ണർഷിപ്പ് കച്ചവടത്തിൽ കിട്ടുന്ന ലാഭവും നഷ്ടവും ഇറക്കുന്ന സമ്പത്തിനനുസരിച്ചാണ്. ഫൈൻ ഷറത്ത ഖിലാഫഹു ഫസദൽ അഖദിനെതിരെ മറ്റൊരു നിബന്ധന വെച്ചിട്ടുണ്ടെങ്കിൽ അഖദ് ഫാസിദാണ്, പക്ഷേ പണിയെടുത്തതിന് കൂലി കിട്ടും. ഫലികുല്ലിൻ അലൽ ആഖിരി ഉജ്റത്തു അമലിഹി ലഹു, ഓരോരുത്തരും മറ്റൊരാൾക്ക് അയാൾക്ക് വേണ്ടി ജോലി ചെയ്തതിൻ്റെ പ്രതിഫലം നൽകണം. വനഫദ തസറുഫു മിൻഹുമാ മഅ ദാലിക, അതോടുകൂടെ തന്നെ അവരുടെ കൈകാര്യം നടപ്പാകുന്നതുമാണ്. ലില്ലദിന് സമ്മതം ഉണ്ടായിട്ടുണ്ടല്ലോ. വയംഫസിഖു ബിമൗതി അഹദിഹിമാ വജുനൂനിഹി, രണ്ടിലൊരാൾ മരിച്ചാലോ ഭ്രാന്ത് വന്നാലോ ശിർക്കത്ത് ഫസ്ഖ് ഇൻഫിസാഖാകും, ക്യാൻസലാകും, ദുർബലപ്പെടും. വയസദ്ദഖു ഫീ ദഅവ റദ്ദി ഇലാ ശരീകിഹി വഫിൽ ഖുസ്റാനി വത്തൽഫി, തൻ്റെ പാർട്ട്ണർക്ക് ഞാനത് തിരിച്ചു നൽകിയിട്ടുണ്ട് എന്ന വാദത്തിലും നഷ്ടമുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നശിച്ചിട്ടുണ്ട് എന്ന വാദത്തിലൊക്കെ ഓരോരുത്തരെയും വാസ്തവമാക്കപ്പെടും. അതുപോലെ വഫീ ഖൗലി ഇസ്തറൈതുഹു ലിയൗലി ശിർക്കത്തി, ഇത് എനിക്ക് വേണ്ടി വാങ്ങിയതാണ് അല്ലെങ്കിൽ ഇത് ശിർക്കത്തിൻ്റെ വകുപ്പിലേക്ക് വാങ്ങിയതാണ് എന്ന വാദത്തിലും. ഏതിലല്ല? ലാ ഫീ ഖൗലി ഇഖ്തസംനാ വസാറ മാ ബിയദി ലിമാ ഖൗലിൽ ആഖിരില, ഈ വാദത്തിലല്ല. ഏത് വാദം? നമ്മൾ ഓഹരി ചെയ്തു, നമ്മളെന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഓഹരി ചെയ്തിട്ടുണ്ട്, എൻ്റെ കയ്യിലുള്ളത് എൻ്റെതാണ് എന്ന് പറയുമ്പോൾ മാ ഖൗലിൽ ആഖിരി, മറ്റേയാൾ പറയുന്നതോടൊപ്പം ലാ, അല്ല എന്ന് പറയുന്നതോടൊപ്പം അവിടെ ബൽ, മറിച്ച് ഹുവ മുസ്തറക്കുൻ, ഇത് ഒറ്റക്കല്ല അത് മുസ്തറക്കാണ് എന്ന് പറയുന്നതോടുകൂടെ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഫൽ മുസദ്ദഖ് വൽ മുൻകിറു, അവിടെ അല്ല എന്ന് പറയുന്ന ആളെയാണ് വാസ്തവമാക്കപ്പെടുക. അന്നൽ അസ്ല അദമുൽ ഖിസ്മത്തി, ഓഹരി ചെയ്യപ്പെടാതിരിക്കലാണ് അസ്ല്. വലൗ ഖബല വാരിസുൻ ഹിസ്സതഹു മിൻ ദീനി മുവദ്ദിസിഹി, പാർട്ട്ണർമാരിൽപ്പെട്ട ഒരാൾ മരിച്ചു, അയാളാണ് മുവദ്ദിസ്, അനന്തരം എടുപ്പിച്ചയാൾ. അയാൾക്ക് കിട്ടാനുള്ള പാർട്ട്ണർഷിപ്പ് വകയിൽ കിട്ടാനുള്ള കടത്തിൽ നിന്ന് അയാളുടെ വിഹിതം ഒരു അനന്തരാവകാശി വാങ്ങിയാൽ ഷാർക്കഹുൽ ആഖിർ, അതിന് മറ്റേയാൾ പങ്കാളിയാകും. വലൗ ബാഅ ശരീകാനി അബ്ദഹുമാ സഫഖതൻ, രണ്ട് പാർട്ട്ണർമാർ അവർ രണ്ടുപേരുടെയും ഒരടിമയെ ഒരു ഇടപാടിൽ വിറ്റു. വഖബദ അഹദുഹുമാ ഹിസ്സതഹു, അങ്ങനെ ഒരാളെന്ത് ചെയ്തു, അയാൾക്ക് അതിലുള്ള വിഹിതം വാങ്ങിയാൽ അതിന് മറ്റേയാൾക്ക് പങ്കാളിത്തം ഉണ്ടാവില്ല. മരിച്ചയാളെ കടത്തിൽ രണ്ടാളും പങ്കാളിത്തം ഉണ്ടാകും. ഫായിദത്തു നഫ്തൻ നബിയു കബിൻ സ്വലാഹി, ഫത്വ നൽകി ഫീമൻ ഖസ്ബൻ ഹവൻ അഖദിൻ ഔ ബുർറിൻ, യവമോ നാണയമോ അപഹരിച്ചൊരു വ്യക്തി ഖലത്തഹു ബിമാലിഹി, സ്വന്തം സ്വത്തുമായി കൂടിക്കലർത്തി, ഫലം യതമയ്യസ്, ഇപ്പോൾ അത് വേറുകിട്ട് നിൽക്കുന്നുമില്ലെങ്കിൽ അവിടെ ഫത്വ നൽകി ബിഅന്നഹു ഇഫ്രാസ് ഖദ്രിൽ മൗസൂബി, അപഹരിച്ചെടുക്കപ്പെട്ട അളവ് അയാൾ മാറ്റിവെക്കണമെന്നും യഹല്ലു തസറുഫു ബിൽ ബാക്കി, ബാക്കിയുള്ളതിൽ അയാൾക്ക് കൈകാര്യം ചെയ്യാൻ അനുവദനീയമാണ് എന്നും ഫത്വ നൽകിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ നൽകട്ടെ. അല്ലാഹു തആല അവൻ നമ്മുടെ സമ്പത്തിനൊക്കെ ശുദ്ധമാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.